നിങ്ങൾ ഈ കാണുന്ന സ്പീഡ് റാമ്പ് നമുക്ക് സിമ്പിളായിട്ട് ഡാവിഞ്ചി റിസോൾവിൽ ചെയ്യാം. വീഡിയോ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ആദ്യം കൺട്രോൾ R പ്രസ് ചെയ്യാം. അപ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എനേബിൾ ആവും. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ തൊട്ടാണോ വീഡിയോയിൽ സ്പീഡ് കൊണ്ടുവരേണ്ടത് ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. അതിനായിട്ട് ഇവിടെ ഞാൻ ഇവിടെ നിന്നാണ് സ്പീഡ് കൂട്ടാൻ പോകുന്നത്. അവിടെ ഈ ഒരു പ്ലേ ഹെഡ് കൊണ്ട് വെച്ച ശേഷം ഇവിടെ ഈ 100% ചെയ്തിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് സ്പീഡ് പോയിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആഡായി കണ്ടല്ലോ. ഇനി നമുക്ക് സ്പീഡ് എവിടം വരെയാണ് വേണ്ടതെന്ന് ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക. ഞാൻ ഈ ഒരു ഭാഗം വരെ സ്പീഡ് കൂട്ടാൻ പോവുകയാണ്. ഓക്കെ, ഇത്രയും ഭാഗത്തിനകത്താണ് സ്പീഡ് കൂട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു പ്ലേ ഹെഡ് കൊണ്ട് സ്പീഡ് എവിടം വരെ വേണോ അതിൻ്റെ അവിടെ കൊണ്ട് വച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആഡ് സ്പീഡ് പോയിന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2 സ്പീഡ് പോയിന്റുകൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ സ്പീഡ് പോയിന്റ് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൂടി വരുന്നത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. ഈ ഭാഗത്ത് കണ്ടോ, നമ്മളിങ്ങനെ ജസ്റ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കോളൂ. ഓക്കെ, സ്പീഡ് നമ്മൾ ശകലം കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്പീഡ് പെട്ടെന്ന് കൂടിയിട്ട് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ കൂടി പതുക്കെ കുറഞ്ഞു പോകുന്നൊരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വീഡിയോയിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റിട്ടൈം കർവ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ സ്പീഡ് റാമ്പിൻ്റെ അതേ കർവ് താഴെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നമ്മൾ വീഡിയോ പ്ലേ ആയി ഇവിടെ വരുമ്പോൾ പെട്ടെന്നൊരു സ്ക്വയറാണ് കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂടി പെട്ടെന്ന് കുറഞ്ഞു പോകുന്നൊരു എഫക്റ്റാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ആദ്യം കാണുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അതുപോലെ ഇവിടെയും ക്ലിക്ക് ചെയ്ത് ഈ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. ഇപ്പോൾ രണ്ടും ഒരു റൗണ്ട് ഷേപ്പിന് ഓവൽ ഷേപ്പ് കണക്ക് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിൻ്റെ ഈ ഒരു പോയിന്റ് പിടിച്ച് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതുപോലെ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലും നമ്മളൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. ഇപ്പോൾ വലിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ഒരു പോയിന്റ് പതുക്കെ ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം ഇവിടെ വലിച്ച് വലുതാക്കുക. ഓക്കെ, അതുപോലെ ഇതിലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശക്കൽ ഇങ്ങനെ നീക്കിയിട്ട് വലിച്ച് മാറ്റുക. ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നോക്കിക്കോളൂ. കണ്ടോ, സ്മൂത്ത് ആയിട്ട് പോയി. നിങ്ങൾ എത്രമാത്രം ഈ കർവ് ചരിച്ചുകൊണ്ട് പോകുമോ അതിനനുസരിച്ച് ഇത് സ്മൂത്ത് ആയിക്കൊണ്ട് തന്നെ വരും കേട്ടോ. സ്പീഡ് അതായത് സ്പീഡിൽ നിന്ന് കൂടി വരണമെന്നുണ്ടെങ്കിൽ തിരിച്ചാക്കിയാൽ മതി. ഇങ്ങനെ തിരിച്ച് 2 പോയിന്റും ഇതുപോലെ തിരിച്ചിങ്ങനെ ആക്കി കൊടുത്താൽ അതിൻ്റെ സ്പീഡ് പിന്നും കൂടി വരും. കണ്ടല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്.